എടി എന്തിനാടി നീ കരയുന്നേ? ചേട്ടാ ടൂറ് പോണോന്ന് പറഞ്ഞ് 1 മാസം മുമ്പേ ഞാൻ പറഞ്ഞതാ. എന്നിട്ട് അച്ഛൻ പോകണ്ടെന്നാ പറഞ്ഞ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പോകുന്നുണ്ട്. അല്ലെങ്കിൽ എന്റെ സങ്കടം കാണാൻ ഇവിടെ ആർക്കും നേരമില്ലല്ലോ. എടി അച്ഛൻ്റെ കാശില്ലാത്തോണ്ടായിരിക്കും അച്ഛൻ പോകണ്ടെന്ന് പറഞ്ഞത്. കാശ് ചെലവാക്കാൻ പറ്റുന്നത് സ്നേഹത്തോടെ പറഞ്ഞെന്താ എനിക്ക് മനസ്സിലാവത്തില്ലേ? ഇതൊരു മാതിരി കടിച്ചു കയറാൻ നിൽക്കുവാണ്. വീട്ടിലെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്ത മണ്ടിയൊന്നുമല്ല ഞാൻ. പക്ഷെ ഇവിടെ ഇപ്പൊ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ അച്ഛന് കാശ് ചെലവാക്കാൻ വയ്യ, അല്ലെങ്കിൽ നാട്ടുകാർക്കൊക്കെ കൊടുക്കും കേട്ടോ. പണ്ടേ ഞാൻ ഇതുപോലെ ടൂർ പോകുന്ന സമയത്തും ഏകദേശമൊക്കെ ഇതുപോലെ തന്നെ ആയിരുന്നു. പിന്നെ ക്ലാസ്സിലെ പിള്ളേര് ഷെയർ ഇട്ട എന്നെ കൊണ്ടുപോയത്. അത് അവരുടെ സ്നേഹം. ആ സമയത്ത് ഞാൻ അനുഭവിച്ചൊരു നാണക്കേടുണ്ടായിരുന്നു ടീച്ചേഴ്സിന്റെയും ഫ്രണ്ട്സിന്റെ ഇടയിൽ. ഇതൊന്നും പറഞ്ഞ ആർക്കും മനസ്സിലാവത്തില്ല. ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് എന്ത് പറയും? കാശില്ലാന്ന് പറയണം. കാശില്ലാത്തവൻ കാശില്ലാത്ത പറയുന്നതിന് എന്താ കുഴപ്പം? പക്ഷെ ഞാനത് പോണോന്ന് ഒത്തിരി ആഗ്രഹിച്ച ചേട്ടാ. പണ്ട് കൊച്ചിലെ ഗുരുവായൂർ പോയതാണ് എനിക്ക് ഓർമ്മയുള്ളത്. അതിനുശേഷം എപ്പോഴും നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട് അച്ഛൻ. അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി കാശില്ല, അച്ഛൻ്റെ കയ്യിൽ കാശില്ല. എടി ഞാൻ ആണാണെന്ന് കരുതി എവിടെയും പോവാന്നാണോ നിന്റെ വിചാരം? എടി കൂട്ടുകാരോട് കൂടെ വെറുതെ ഒന്ന് പുറത്തിറങ്ങി പോലും കാശ് വേണം. ഫുഡിന്, ഡീസലിനും ഇതിനെല്ലാം ഷെയർ ഇടേണ്ടി വരും. പിന്നെ കുറെ പ്രാവശ്യമൊക്കെ അവര് നമ്മളെ കൊണ്ടുപോകും. പിന്നെ അത് അവർക്കൊരു ബേഡനാവും. നമ്മുടെ ബുദ്ധിമുട്ട് അവരറിയേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിലും ചേട്ടാ അമ്മ അച്ഛൻ ഞങ്ങളെ ബാധ്യത തീർക്കാൻ വേണ്ടി അവർ എന്തൊക്കെയോ ചെയ്യുകയാണ്. പിന്നെ നമ്മളെ സ്നേഹങ്ങളും ഇഷ്ടങ്ങളൊന്നും അവർക്കറിയണ്ട. നീ സമാധാനപ്പെട്. ഇതൊക്കെ നമ്മുടെ വിധിയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ നമ്മൾ വന്ന് ജനിക്കുമോ? നിങ്ങൾ വന്നാ നിങ്ങൾക്ക് ചോറെടുക്കട്ടാ. നീ അവിടെ നിന്നേ. എന്താച്ചാ ബിന്ദു, ഇവനിന്ന് എവിടെ പോയെന്ന് നീ എന്നോട് പറഞ്ഞത്? അത് അവന്റെ കൂട്ടുകാരുടെ കൂടെ ആശുപത്രി പോയെന്ന് പറയും. ആശുപത്രിയില് അവനിന്ന് പോയത് കാറ്ററിങ്ങിനാ. അതും എന്റെ കൂട്ടുകാരൻ സാബുവിന്റെ കാറ്ററിംഗ് ടീമിന്റെ കൂടെ. അയാൾ എന്നോട് ചോദിച്ചു എഞ്ചിനീയറിംഗ് പഠിച്ച മകൻ കാറ്ററിങ്ങിന് പോകുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാനോട് ഉരുക്കി വല്ലാണ്ടായി പോയി. നീ കൂടി അറിഞ്ഞിട്ടാണോ അവൻ ഈ കാറ്ററിംഗ് പണിക്ക് പോയത്? അമ്മയ്ക്കൊന്നും അറിയില്ല അച്ഛാ. നാണമില്ലട ഇങ്ങനെ നടക്കാൻ. 10-25 വയസ്സായില്ലേ നിനക്ക്? ഒരുപാട് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി നിന്നെ ഇതുവരെ പഠിപ്പിച്ചില്ലേ ഞാൻ? ഉള്ള സമയം കൊണ്ട് എന്തെങ്കിലും ജോലിക്ക് പോകാൻ നോക്കാതെ അവൻ കാറ്ററിംഗിന്റെ പണിക്ക് പോയിരിക്കുന്നു. എന്നാലേ നാളെ മുതൽ ഞാനൊരു പണിക്കും പോകുന്നില്ല. നീ കാറ്ററിംഗിന് പോയിട്ട് ഈ കുടുംബത്തിലെ മൊത്തം ചെലവ് നീ നോക്കടാ. കാറ്ററിംഗിന് പോയാൽ എന്താ? അച്ഛൻ ഇങ്ങനെ പുച്ഛിക്കാന്നും വേണ്ട. എല്ലാ ജോലിക്കും അതിന്റേതായ അന്തസ്സുണ്ട്. എന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. എന്നാ മോനെ കാറ്ററിംഗിന്റെ പണിക്ക് പോയപ്പോരായിരുന്നോ? പിന്നെ എന്തിനാ ഞാൻ കാശ് മുടക്കി നിന്നെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചത്? അതെങ്ങനെ? കാശിന്റെ വില അറിയില്ലല്ലോ. എല്ലാ കാര്യങ്ങളും മുടക്കില്ലാതെ നടന്നു പോകുന്നുണ്ടല്ലോ. മതി, നിർത്ത്. എടാ പാത്രം കൊണ്ടുവച്ചിട്ട് ചെന്ന്